വിയ്യൂരിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ബാലമുരുകനെ പിടികൂടാൻ രാവും പകലും നീണ്ട തിരച്ചിൽ. സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ആ കൊടും കുറ്റവാളി പുറത്തിറങ്ങി നടക്കുന്നത് അപായ സൂചനയാണ്. കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളിലുമായി പ്രതിക്ക് വേണ്ടി വലതിരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വിയ്യൂർ സമാജം റോഡിന് സമീപത്ത് നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിനാകാം അയാൾ രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച സംഭവിച്ചതാണ് വിവരം. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കൈവലിങ്ങില്ലാതെ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് രാത്രിയും പകലും നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും കൊടും കുറ്റവാളി ബാലമുരുകനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് 9:45 രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി, പൊള്ളാച്ചി ജില്ലകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. കേരളം തമിഴ്നാട് പോലീസ് സംഘങ്ങളെ ഉൾപ്പെടുത്തി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന. ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച ഉണ്ടായി എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ബാലമുരുകനുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിലെത്തിയത് വിലങ്ങില്ലാതെയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കേരള പോലീസിന് ലഭിച്ചത്. ബാലമുരുകൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയതും തെറ്റായ വിവരമാണ്. കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമെന്നായിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ വിവരം. പക്ഷേ ദൃശ്യങ്ങളിൽ ഇളം നീല ഷർട്ടാണ് ബാലമുരുകൻ ധരിച്ചിരുന്നത്. മോഷ്ടിച്ച സ്കൂട്ടറിലാകാം ഇയാൾ രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ രാത്രി വിയ്യൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് സമാജം റോഡിലെ താമസക്കാരനായ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നു. കഴിഞ്ഞ വർഷവും പ്രതി രക്ഷപ്പെട്ടത് ഈ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ കയറി മോഷണം നടത്തിയ സ്കൂട്ടറിലാണ്. അതുകൊണ്ട് തന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും വിയ്യൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കോയമ്പത്തൂരിലെത്തുകയും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു. ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാൻ ഇടയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. 6 വർഷത്തോളം വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവിൽ കഴിഞ്ഞിരുന്ന ബാലമുരുകനെ മറ്റൊരു കേസന്വേഷണത്തിനായി കഴിഞ്ഞ മാസം 26-നാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത്. News 18 തൃശൂർ.